ഇത് ഇന്ന് ഞങ്ങൾ ചമ്മന്തി തട്ടിക്കൂട്ടി ഒരു ചമ്മന്തി മുളക് ചമ്മന്തി ആ ഉള്ളി എങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒന്ന് കഴിക്കുക മോളെ. നമ്മുടെ കാല് വയ്യത്തോട്ടാ കൊച്ചുമോളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് കഴിച്ചിട്ട് തന്നെ അതങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് അരിയണം. ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിങ്ങനെ കുരുവില്ലാതെ അങ്ങോട്ട് അരിയണം. അരിഞ്ഞ് ഒരെണ്ണത്ത് എടുത്താലും മതിയായിരുന്നു, വെറുപ്പമായിരുന്നു. ഇങ്ങോട്ട് അരിഞ്ഞ് ഈ മോഡൽ തന്നെ ഒത്തിരി ചമ്മന്തിയാണ്. ഇതിനകത്ത് നമ്മൾ മുളക് ചമ്മന്തിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അച്ചാമ്മയ്ക്ക് സുഖമില്ലാത്തതാ. അച്ചാമ്മയ്ക്ക് സുഖമില്ലാത്തയാ എൻ്റെ അച്ചാമ്മയ്ക്ക്. അപ്പൂപ്പന്റെ കാല് വയ്യാതെ ഇങ്ങനെ അറിയണം. യൂട്യൂബിൽ നോക്കി ചെയ്താൽ മതി. എന്തോ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ടോ, നല്ലതായിട്ട് വൃത്തിക്ക് ഉണ്ടാക്കാൻ മതി. ഇങ്ങനെ കുടിയാന്നരിക്കാൻ മതി. അങ്ങ് എന്താ ആഹാരം ഉണ്ടാക്കാൻ വൃത്തിയായിട്ട് ഉണ്ടാക്കണം. ഇവിടെ ഇങ്ങനെ ഉള്ളി അരിഞ്ഞോണ്ടിരുന്ന ആള് ഇങ്ങനെ എന്തുണ്ടാക്കിയാലും ചോറുണ്ടാക്കിയാലും ഏത് കറി വെച്ചാലും നല്ലതായിട്ട് വെക്കത്തുള്ളൂ. ഇവിടെ എന്തെങ്കിലും മുട്ടയോ എന്തെങ്കിലും വെക്കുമ്പോ ഇനി ഇതിനകത്ത് ഇടുന്ന വെച്ചാൽ മുളക് പൊടി മുളക് പൊടി നമ്മളിനി ഉപ്പെടുക്കാൻ പോവാ. ഉപ്പിട്ടു പിഴിപുളി എടുക്കണം. എണ്ണ അടിക്കണം. അങ്ങോട്ട് ഞെരടണം. ഞെരടി നല്ല പോലെ ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ ഞെരടി ഒരു മയം വരുത്തും. മയം വരുത്തിക്കഴിഞ്ഞാൽ ഇച്ചിരി ചോറുണ്ണാൻ നിറച്ച് ചോറുണ്ണും. ചമ്മന്തിയായിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് കണ്ടുണ്ടാക്കിയത് എനിക്ക് പറയാൻ. വേറെ ഒരു കറി ഇല്ലേലും ഈ മുളക് ചമ്മന്തി മാത്രം മതി ചോറുണ്ണാൻ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.